എറണാകുളത്ത് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ 2 പേർ കസ്റ്റഡിയിൽ. റോയൽ പ്ലാസ മൈഗ്രേറ്റ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവരാണ് പിടിയിലായത്. പരാതികളെ തുടർന്ന് 5 കേസുകൾ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു. ഞങ്ങൾ 1 ഇയർ മുന്നേ ഇവിടെ മൈഗ്രേറ്റ് എന്ന് പറഞ്ഞ ഏജൻസിയിൽ ഹംഗറി എന്ന കൺട്രിക്ക് പോകാൻ വേണ്ടിയിട്ട് 50,000 വെച്ചിട്ട് ഞാനും ഇതിനും കൂടെ കൊടുത്തിരുന്നു. ഇതുവരെ ആയിട്ട് അതിൻ്റെ റീഫണ്ടും കാര്യങ്ങളൊന്നുമില്ല. വിളിച്ചാൽ ഫോൺ ബ്ലോക്ക് ചെയ്യുക, കട്ടാക്കുക, റെസ്പോൺസ് കാര്യങ്ങൾ, അങ്ങനത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ സാധനങ്ങൾ തന്നെ അവർക്ക് തീരില്ല. അപ്പോൾ എന്താ ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പറ്റ ചീറ്റിംഗ് ആണ്. നിഷാം എന്ന് പറയുന്ന ഒരു മാഡുണ്ട്, അവരുടെ ഫോണിൽ കോൺടാക്ട് ചെയ്യാന്നല്ലാണ്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ട് കൂടില്ല. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ലിഡിയ, ഇപ്പോൾ ആരൊക്കെയാണ് പിടിയിലായത്? ഇവർ ഈ തട്ടിപ്പ് സ്ഥാപനത്തിന്റെ ഉടമകളാണോ? അമൃത, റോയൽ പ്ലാസ മൈഗ്രേറ്റ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് വ്യാപകമായ പരാതികൾ വന്നിരുന്നത്. ആ പ്രദേശ താലൂക്കിൽ തന്നെയുള്ള മറ്റ് പല ഏജൻസികളിലും ഇത്തരത്തിൽ പോലീസ് പരാതിയെ തുടർന്ന് പരിശോധനകളടക്കം നടത്തിയിരുന്നു. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആളുകൾ പരാതികളുമായി ബന്ധപ്പെട്ടുന്നുണ്ട്. അതായത് പ്രധാനമായും ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് റോജിൻ, നിഷ എന്നിവരാണ്. ഇവർ റോയൽ പ്ലാസ മൈഗ്രേറ്റ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട ജീവനക്കാരാണ്. അവരാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ ആയിരിക്കുന്നത്. ഇവർ പലരിൽ നിന്നായി ഈ വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ തന്നെ മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ രീതിയിലുള്ള റെയ്ഡും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു. നിരവധി രേഖകളും കാര്യങ്ങളും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. സ്ഥാപനം പൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ എറണാകുളത്തെ വിവിധ സ്ഥാപനങ്ങളിലായി അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലായി പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടന്നു വരികയാണ്.